പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ശ്രീകാന്തിനെ ആരോ കുത്തി ആശുപത്രിയിലാക്കുന്നു. ശ്രീകാന്തിന്റെ ഭാര്യ വർഷ പറയുന്നത് ഇത് ചെയ്തത് വേദയുടെ ഭർത്താവായ വിക്രമാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആരോപിക്കുന്നു. എന്നാൽ വേദ വിക്രമിനെ പൂർണ്ണമായും വിശ്വസിക്കുകയും ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഇൻസ്പെക്ടർ സാബു മൊഴിയെടുക്കാൻ വരുമ്പോൾ തന്നെ കുത്തിയത് വിക്രമാണെന്ന് ശ്രീകാന്ത് കള്ളമൊഴി നൽകുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിരപരാധിയായ വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ വമ്പൻ ട്വിസ്റ്റൊക്കെ നടക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. അന്ന് രാത്രി വിക്രം വർക്ക്ഷോപ്പിലിരിക്കുന്ന സമയത്ത് തന്നെ വിക്രമിൻ്റെ ഫോണ് ബെല്ലടിക്കുന്ന സമയത്ത് തന്നെ ആ ഫോൺ കോൾ ഒരു അപശകുനം പോലെയാണ് വിക്രമിന് തോന്നിയത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടുകൊണ്ട് തന്നെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. വേദ. മറുതലക്കൽ വേദയുടെ ശബ്ദം വിറച്ചിരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ വിക്രം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വർക്ക്ഷോപ്പിലാണെന്നും കുറച്ച് പണിയുണ്ടെന്നും നീ കിടന്നോ, എന്നെ കാത്തിരിക്കേണ്ട, വിക്രം നിസ്സംഗതയോടെ പറഞ്ഞു. വേദ പറഞ്ഞിട്ട് ഇല്ല വിക്രം, മുത്തശ്ശി എന്നെ വിളിച്ചു. അത് പിന്നെ ശ്രീയേട്ടൻ ഹോസ്പിറ്റലിലാണെന്ന്. ആരോ കുത്തിയതാണെന്നാ പറഞ്ഞത്. സീരിയസ് ആണത്രേ. എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം. നിങ്ങളൊന്ന് പെട്ടെന്ന് വായോ എന്ന് പറയും. വേദയുടെ വാക്കുകൾ അവൻ്റെ നെഞ്ചിൽ ഒരു ഭാരമുള്ള കല്ല് പോലെ പതിച്ചു. ശ്രീകാന്തിനെ കുത്തിയെന്ന് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തത് സഹതാപമായിരുന്നില്ല, മറിച്ച് ഒരു തരം ജാഗ്രതയായിരുന്നു. എന്താ വേദ, നീ എന്താ പറഞ്ഞത്? അവൻ അവിശ്വസനീയതയോടെ വീണ്ടും ചോദിച്ചു. സത്യമാ വിക്രം, എനിക്ക് പേടിയാവുന്നു. ഇവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് വാ. വിക്രമിൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛം കലർന്ന ചിരി വിടർന്നു. എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, ഇത് നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ വേദേ? ഇത് നിന്റെ ഏട്ടൻ്റെ പുതിയ നാടകമായിരിക്കും, എന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള പുതിയ കള്ളക്കളി. എത്ര കിട്ടിയാലും പഠിക്കാത്ത ജന്മം. അന്നേരം വേദയുടെ ശബ്ദം കരച്ചിലിൻ്റെ വക്കിലായിരുന്നു. എനിക്കൊന്നും അറിയില്ല വിക്രം, എനിക്ക് പെട്ടെന്ന് തന്നെ പോവണം. ശരി, നീ ഏതായാലും വെയിറ്റ് ചെയ്യ്, ഞാനിതാ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം ഫോൺ കട്ട് ചെയ്തു. അരികിൽ നിന്ന സുഹൃത്തുക്കളോട് അവൻ സംശയത്തോടെയൊന്ന് നോക്കി. വിക്രമിൻ്റെ ഫോൺ സംഭാഷണം കേട്ട് തൊട്ടരികത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളെല്ലാം തന്നെ വിക്രമിനെ നോക്കിയിട്ട് എന്താടാന്ന് ചോദിക്കും. വിക്രം പറയുന്നത് ശ്രീകാന്തിനെ ആരോ കുത്തിയെന്ന്, ഹോസ്പിറ്റലിലാണെന്നാ പറഞ്ഞത്. അന്നേരം രാജേട്ടൻ പറഞ്ഞിട്ട് ഓ അത് സത്യമൊന്നും ആയിരിക്കില്ല വിക്രം, ഇത് മിക്കവാറും നിന്നെ കൊടുക്കാനുള്ള പ്ലാൻ തന്നെയായിരിക്കും. ആ സാബുവിനെ വെച്ച് നിന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. നീ ഏതായാലും അങ്ങോട്ടേക്ക് പോവണ്ടെന്ന് പറയും. അന്നേരം വിക്രം പറഞ്ഞിട്ട് ഏതായാലും സത്യമാണോന്നറിയാലോ, ഞാൻ ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. അത്രയും പറഞ്ഞു കൊടുത്തിട്ട് വിക്രം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും വിക്രമിൻ്റെ മനസ്സിൽ 1000 സംശയങ്ങൾ അലയടിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ വേദയാണെങ്കിൽ അക്ഷമയോടെ ഉമ്മറത്ത് തന്നെ വിക്രമിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രമിനെ കണ്ടതോടുകൂടി തന്നെ അവൾ അങ്ങോട്ടേക്ക് ഓടി വന്നു. വാ വിക്രം, നമുക്ക് പെട്ടെന്ന് പോവാം. അന്നേരം ഒരു താക്കീത് പോലെ തന്നെ വിക്രം വേദയോട് പറയുന്നുണ്ട്, വേദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ആശുപത്രിയുടെ ഉള്ളിലേക്ക് ഒരിക്കലും വരില്ല. എന്നെ കണ്ടാൽ പിന്നെ അവിടെ എല്ലാവർക്കും ദേഷ്യമാവും. വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ട. അതാണല്ലോ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. അന്നേരം വേദ പറഞ്ഞിട്ട് അതൊന്നും എനിക്കറിയില്ല വിക്രം, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പോയേ പറ്റൂ. നിങ്ങൾ എൻ്റെ കൂടെ വരണം. സത്യം എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ, ഏതായാലും നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് വേദ നിർബന്ധിച്ച് വിക്രമിനെയും കൂട്ടി പോവാണ്. വേദയുടെ കണ്ണുനീരിന് മുന്നിൽ വിക്രമിന് മനസ്സോടെ സമ്മതിക്കേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ വിക്രം വേദയെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് തന്നെ വണ്ടി മുന്നോട്ട് കുതിക്കുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ ആശങ്കകളുടെ വേലിക്കയറ്റമായിരുന്നു. വേദയുടെ മനസ്സിലുള്ള ഭയം സഹോദരനെ ഓർത്തിട്ടാണെങ്കിൽ വിക്രമിൻ്റെ ഭയം അവനെ കാത്തിരിക്കുന്ന ചതിക്കുഴി ഓർത്തിട്ടായിരുന്നു. അങ്ങനെ വിക്രമും വേദയും ഹോസ്പിറ്റലിലേക്ക് എത്തി. ICUവിന് മുന്നിലെ നീണ്ട ഇടനാഴിയിൽ ശങ്കരനും വർഷയും പത്മവും ദർശനും നിരന്നു നിന്നിരുന്നു. അവരുടെ മുഖത്തെല്ലാം അഗാധമായ വിഷാദം നിഴലിച്ചിരുന്നു. വേദ ഓടിച്ചെന്ന് ശങ്കരൻ്റെ കയ്യിൽ പിടിച്ചു. അച്ഛാ ഏട്ടൻ എന്തു പറ്റി? എല്ലാവരുടെയും നോട്ടം വേദയിലും അവൾക്ക് പിന്നാലെ വന്ന വിക്രമിലുമായിരുന്നു. ആ നോട്ടത്തിൽ അവിശ്വസനീയതയും ചിലരുടെ കണ്ണുകളിൽ പുച്ഛവും നിറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല മോളെ, ശങ്കരൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. ആരോ ശ്രീകാന്തിനെ കുത്തിയതാണെന്ന് മാത്രം അറിയാം. സീരിയസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. എല്ലാവരും സങ്കടപ്പെട്ട് കരയുകയായിരുന്നു. വേദയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. വിക്രം അല്പം അവിടെ നിന്നും മാറി നിന്നു. ആ കുടുംബചിത്രത്തിൽപ്പെടാത്ത ഒരാളെ പോലെ നിന്നു. അവൻ്റെ സാന്നിധ്യം അവിടെ കൂടി നിന്നവരുടെ മുറിവിൽ ഉപ്പ് തേക്കുന്നത് പോലെയായിരുന്നു. അച്ഛാ, എനിക്ക് ശ്രീയേട്ടനെന്ന് കാണാൻ പറ്റുമോ? വേദ ചോദിച്ചു. അന്നേരം ദർശൻ ഇടപെട്ടുകൊണ്ട് തന്നെ പറയുന്നത് ഇപ്പം കാണാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷൻ കഴിഞ്ഞതേയുള്ളൂ. വർഷേച്ചി നിർബന്ധം പിടിച്ചിട്ട് പോലും ഡോക്ടർ കാണാൻ സമ്മതിച്ചിട്ടില്ല.
അന്നേരം വേദ വർഷയെ തിരക്കുന്നുണ്ട്. വർഷേച്ചി എവിടെയാ? വർഷയ്ക്ക് തല ചുറ്റി അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നുണ്ട്. വർഷമോളുടെ അച്ഛനും അമ്മയും കൂടെയുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ പത്മം. വേദ സങ്കടത്തോടുകൂടെ വിക്രമിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ നോട്ടത്തിലെ നിസ്സഹായത കണ്ട് അവൻ്റെ നെഞ്ച് പിടഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ ഐസിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. അർജന്റായി 2 കുപ്പി ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. ഓ നെഗറ്റീവ്. ഒരു ബോട്ടിൽ ബ്ലഡ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യണം. അന്നേരം വേദ പറഞ്ഞിട്ട് എൻ്റെയും ഏട്ടൻ്റെയും ഗ്രൂപ്പ് സെയിം അല്ലേ അച്ഛാ, അതുകൊണ്ട് ഞാൻ ബ്ലഡ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വേദ മുന്നോട്ട് വന്നു. ബ്ലഡ് ബാങ്കിലെ തണുത്ത മുറിയിൽ വേദ കിടക്കുമ്പോൾ വിക്രം അരികിൽ തന്നെ നിന്നു. ചുവന്ന ദ്രാവകം അവളുടെ കയ്യിൽ നിന്ന് ട്യൂബിലൂടെ സാവധാനം ഒഴുകി നീങ്ങുന്നത് നോക്കി അവൻ പറഞ്ഞു, വേദ, ഇത് നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ്. നിന്റെ ഏട്ടനായിട്ട് ആരോ പണി കൊടുത്തതാണ്. പക്ഷേ ലക്ഷ്യം ഞാൻ തന്നെയായിരിക്കും, അത് ഉറപ്പാണ്. അന്നേരം വേദ പറഞ്ഞിട്ട് നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഇവിടെ ആരും ഒരിക്കലും പറയില്ല വിക്രം. വേദ ക്ഷീണിതയായി പറഞ്ഞു, അതാരായാലും നമ്മൾ കണ്ടുപിടിക്കും. വേദയുടെ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ വേദേ? അവൻ ആർദ്രമായി ചോദിച്ചു. ഇല്ല, ഏട്ടനൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ വിക്രം? ഇല്ല വേദേ, നീ വിഷമിക്കണ്ട, നിന്റെ ഏട്ടന് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവർ തിരികെ ഐസിന് മുന്നിലേക്ക് എത്തിയപ്പോഴാണ് വർഷയും അവളുടെ അച്ഛൻ ചന്ദ്രശേഖരനും അവിടെ വന്ന് നിൽക്കുന്നത്. വേദയും വിക്രമിനെയും ഒരുമിച്ച് കണ്ടതോടുകൂടി തന്നെ വർഷയുടെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു. ചന്ദ്രശേഖരൻ വിക്രമിന് നേരെ അലറിക്കൊണ്ടടുത്തു. നീ എന്തിനാടാ ഇവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ മോൻ അകത്ത് കിടക്കുന്നത് കണ്ട് രസിക്കാനാണോ? എനിക്കറിയാം ഇതെല്ലാം ചെയ്തത് ഇവനാണ്, നിന്റെ ഭർത്താവ്. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഇറങ്ങിപ്പോ ഇവിടെ നിന്ന് 2 പേരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ വിക്രമിനും വേദക്കും നേരെ ഇങ്ങനെ ആർത്ത് സംസാരിക്കുകയാണ്. അന്നേരം ദർശൻ പറയുന്നത്, ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അകത്ത് കിടക്കുന്നത് ശ്രീയേട്ടനാണ്, അത് ഓർമ്മ വേണം. ദർശൻ അവരെ തടയാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. വർഷ വിക്രമിന് നേരെ തിരിഞ്ഞു. അവളുടെ ശബ്ദം ഹോസ്പിറ്റൽ ഇടനാഴിയിൽ മുഴങ്ങി. എന്തിനാടാ നീ എൻ്റെ ശ്രീയേട്ടനോട് ഈ ചതി ചെയ്തത്? എന്ത് തെറ്റാടാ നിന്നോട് അദ്ദേഹം ചെയ്തത്? എൻ്റെ ഏട്ടനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിനക്ക് ആ വീടും സ്വത്തും എല്ലാം സ്വന്തമാക്കണമല്ലേ? ഇവളുടെ ഭർത്താവായിട്ട് സുഖിച്ച് ജീവിക്കാമല്ലേ? സത്യം പറയടാ, അതായിരുന്നില്ലേ നിന്റെ ലക്ഷ്യം? അതിന് തടസ്സം എൻ്റെ ശ്രീയേട്ടനായിരുന്നില്ലേ? അതിന് വേണ്ടിയിട്ടല്ലേടാ നീ എൻ്റെ ഏട്ടനെ കുത്തിയത്? എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പം അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിൽക്കരുത്. വർഷയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം തരിച്ചു നിന്നു. വാക്കുകൾ കിട്ടാതെ അവൻ പതറി. എനിക്കറിയില്ല, ഞാനല്ല ഇത് ചെയ്തത്. എനിക്കങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുൻപേ ആകാമായിരുന്നു. ഇങ്ങനെ ഒളിച്ചിരുന്ന് ആക്രമിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. വിക്രമിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ നീ കൂടുതൽ പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രശേഖരൻ അലറി. നീ അന്ന് വീട്ടിൽ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ മോനെ വെല്ലുവിളിച്ച് ഞങ്ങളെല്ലാം കേട്ടതാണ്. അവനെ നീ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ട് നീ തന്നെയാടാ ഇതൊക്കെ ചെയ്തത്. വേറെ ശത്രുക്കളൊന്നും ശ്രീകാന്തനില്ല. ഇനി ഞങ്ങളാരും നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. ഏതായാലും അവനൊന്ന് ബോധം തെളിയട്ടെ, അതുവരെ ഞങ്ങൾ കാത്തിരിക്കുമെന്നൊക്കെ പറയാണ്. എല്ലാവരുടെയും കുറ്റപ്പെടുത്തുന്ന നോട്ടങ്ങൾക്ക് മുൻപിൽ വിക്രം ഒരു കുറ്റവാളിയെപ്പോലെ തലകുനിച്ച് നിന്നു. അവൻ ദയനീയമായി വേദയൊന്നു നോക്കി. അതുവരെ നിശബ്ദയായി നിന്ന വേദയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ വർഷയ്ക്ക് നേരെ നടന്നു. നിർത്ത്! വേദയുടെ ശബ്ദം അപ്രതീക്ഷിതമായി ഉയർന്നു. എൻ്റെ വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മാത്രവുമല്ല, ഈ സംഭവം നടക്കുമ്പോൾ വിക്രം വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. സത്യം എന്താണെന്നറിയാതെ എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ വർഷേച്ചി ശ്രമിക്കണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. എനിക്കുറപ്പുണ്ട് വിക്രം ഇത് ചെയ്യില്ല. അതെൻ്റെ വിശ്വാസമാണ്. അന്നേരം വർഷ ഒരു പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഓ, നീ അവൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. സ്വന്തം അച്ഛനെയും ഏട്ടനെയും അവൻ എന്ത് ചെയ്താലും നീ അവനെ സപ്പോർട്ടും ചെയ്ത് നിൽക്കും. നിനക്ക് ഭ്രാന്താണ്. ഞങ്ങളുടെ കുടുംബത്തെ നീ നാണം കെടുത്തി. ദർശൻ്റെ ജീവിതം നശിപ്പിച്ചു. നീ കാരണമാണ് അവൻ ഇപ്പോഴും കല്യാണം കഴിക്കാതെ നടക്കുന്നത്. നീ ഇറങ്ങിപ്പോയതിനു ശേഷം അച്ഛൻ പോലും ശരിക്കൊന്നും സന്തോഷിച്ചിട്ടില്ല. ഈ ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ടില്ലേ നീ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചത്? അവസാനം എൻ്റെ ഏട്ടനെ കൊല്ലാനും ശ്രമിച്ചു. വർഷയുടെ ആ വാക്കുകളെല്ലാം തന്നെ വേദയുടെ ഹൃദയത്തിലാണ് തറച്ചത്. അവൾ ദർശനെയും വിക്രമിനെയും മാറി മാറി നോക്കി. വിക്രം കുറ്റബോധത്തോടെ നിലത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. മതി വർഷേച്ചി! വേദയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. ഇപ്പോൾ ആ മുറിയിൽ സീരിയസ് ആയി കിടക്കുന്നത് വർഷേച്ചിയുടെ ഭർത്താവാണ്. ആ മുഖമല്ല നിങ്ങളുടെ മനസ്സിൽ. എങ്ങനെയെങ്കിലും വിക്രമിനെ കുറ്റക്കാരനാക്കണം. അതാണ് വർഷേച്ചി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിലും ഇങ്ങനെ സംസാരിക്കാൻ നാണമില്ലേ? ഏട്ടന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്ക്. ആര് വിക്രമിനെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിച്ചാലും ഇനി ശ്രീയേട്ടൻ തന്നെ ഇത് ചെയ്തത് വിക്രമാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല. കാരണം എനിക്ക് എൻ്റെ ഭർത്താവിനെ നന്നായിട്ടറിയാം. അവൾ വിക്രമിനെ അരികിലേക്ക് ചെന്ന് നിന്നു. എല്ലാവരും കണ്ടു നിൽക്കെ തന്നെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഞാൻ എൻ്റെ വിക്രമിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒരിക്കലും കൈവിടില്ല. വിക്രം നന്ദിയോടെ അവളെ നോക്കി.
ആ നിമിഷം തനിക്ക് ചുറ്റുമുള്ള ലോകം മുഴുവൻ എതിരായാലും വേദ എന്ന ഒരൊറ്റ ശക്തി തന്നോടൊപ്പം മതിയെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ വീണ്ടും പുറത്തേക്ക് വന്നത്. പേഷ്യൻറ്റിന് ബോധം വന്നിട്ടുണ്ട്. ഒരാൾക്ക് മാത്രം കയറി കാണാം. ഞങ്ങൾ പോലീസുകാരെ അറിയിച്ചിട്ടുണ്ട്. 1 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കരുത്. വർഷ ധൃതിയിൽ ഐസിയുനുള്ളിലേക്ക് കയറി. ശ്രീകാന്ത് മയക്കത്തിൽ നിന്നും കണ്ണു തുറന്നു. വർഷ ചെന്ന് ചോദിക്കുന്നുണ്ട്, ശ്രീ എന്താ പറ്റിയത്? ആരാ ഇത് ചെയ്തത്? അവനാണോ? വിക്രമാണോ? അവൻ പുറത്തു നിൽക്കുന്നുണ്ട്. വർഷ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ശ്രീകാന്തിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അടഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരി വിടർന്നു. അത് ഞാൻ പോലീസുകാരോട് പറയാം. നീ വിഷമിക്കേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല ശ്രീ, പറ, എന്താ സംഭവിച്ചത്? വർഷ വീണ്ടും നിർബന്ധിച്ചു. അപ്പോഴേക്കും നഴ്സ് വന്ന് അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുറത്തിറങ്ങിയ വർഷ നിശബ്ദയായിരുന്നു. എന്നാൽ ഞങ്ങൾ പോവുകയാണച്ചാ, വേദ ശങ്കരനോട് പറഞ്ഞു. ഏട്ടന് കുഴപ്പമില്ലെന്നറിഞ്ഞല്ലോ, ഇനി നാളെ വരാം. അവർ പോവാനൊരുങ്ങിയതും ദർശൻ പിന്നാലെ വന്നു. വിക്രം നിൽക്ക്. വിക്രം തിരിഞ്ഞു നിന്നു. ദർശൻ പറഞ്ഞത് ചേച്ചി പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. വേദയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വേദ എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്, വെറുതെ തെറ്റിദ്ധരിക്കരുത്. വിക്രമിൻ്റെ മുഖത്തു നോക്കി ഒരു നേരിയ പുഞ്ചിരി വിടർത്തി. ഞാൻ അങ്ങനെ ഒരു സംശയരോഗിയായ ഭർത്താവൊന്നുമല്ല സർ. നിങ്ങൾക്കിടയിലെ ബന്ധം അതെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ഇനി പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ല. വിക്രമിൻ്റെ വാക്ക് കേട്ട് ദർശൻ ഒന്നും മിണ്ടാതെ നിന്നു. അവർ ആശുപത്രിയുടെ പടികൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇൻസ്പെക്ടർ സാബുവും സംഘവും അങ്ങോട്ടേക്ക് എത്തുന്നത്. വിക്രമിനെ കണ്ടതും സാബുവിൻ്റെ മുഖം പ്രകാശിച്ചു. ഓഹോ, നീ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? പോകാൻ വരട്ടെ, ഞാൻ ശ്രീകാന്തിൻ്റെ മൊഴിയെടുക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. സാബുവിൻ്റെ ശബ്ദത്തിൽ വിജയഭാവം നിറഞ്ഞിരുന്നു. വിക്രം ദേഷ്യത്തോടെ സാബുവിനെ ഒന്ന് നോക്കി. സാബു SI ഉള്ളിലേക്ക് നടന്നു. ശ്രീകാന്തിൻ്റെ അരികിൽ ചെന്ന് സാബു ചോദിച്ചു, ആരാടാ തന്നെ കുത്തിയത്? തനിക്കൊരു വാക്ക് പറഞ്ഞാൽ മതി, അവനെ പൂട്ടാനുള്ള സുവർണാവസരമാണിത്. ശ്രീകാന്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ സാബുവിനോട് പറഞ്ഞു, എന്നെ കുത്തിയത് ആരാണെന്നൊന്നും എനിക്കറിയില്ല ഇൻസ്പെക്ടർ. പക്ഷേ അത് വിക്രമല്ലെന്ന് എനിക്കുറപ്പുണ്ട്. മറ്റാരോ ആണ്. അത് കേട്ടതോടെ സാബു നിരാശനായി. ഞാനിപ്പോൾ എന്തു വേണം? വിക്രമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അവനെ അകത്താക്കാം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ. അത് കേട്ടതോടുകൂടെ ശ്രീകാന്ത് ഒരു നിമിഷം കണ്ണടച്ച് കിടന്നു. പിന്നെ അവൻ്റെ മനസ്സ് മാറി. ഒരു പൈശാചികമായ ആനന്ദം അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. അല്ല ഇൻസ്പെക്ടർ, അവൻ പറഞ്ഞു. എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു എന്നെ കുത്തിയത് വിക്രം തന്നെയാണെന്നാണ്. അതെ, വിക്രമാണ്. അവൻ ആ വഴിയിൽ വന്ന് എന്നെ തടഞ്ഞു നിർത്തി. കത്തി കൊണ്ട് കുത്തി. അതാണ് സത്യം. അതാണ് പുറം ലോകം അറിയേണ്ട സത്യം. സാബു അവിശ്വസനീയതയോടെ എന്നാൽ ഉള്ളിൽ സന്തോഷത്തോടെ ശ്രീകാന്തിനെ ഒന്ന് നോക്കി. പുറത്തേക്ക് വന്ന സാബുവിൻ്റെ മുഖം ഗൗരവത്തിലായിരുന്നു. അവൻ പുറത്തു നിൽക്കുന്ന എല്ലാവരോടുമായിട്ട് പ്രഖ്യാപിച്ചു, ശ്രീകാന്തിനെ കുത്തിയത് വിക്രമാണെന്ന്. പേഷ്യൻ്റ് മൊഴി തന്നിരിക്കുന്നു. ശ്രീകാന്തിനെ കുത്തിയത് വിക്രമാണെന്ന് പേഷ്യൻ്റ് മൊഴി തന്നിരിക്കുന്നു. അത് കേട്ടതോടെ ഒരു നിമിഷം അവിടെ സമ്പൂർണ്ണ നിശബ്ദത പടർന്നു. വർഷയുടെ മുഖത്തും ഒരു ക്രൂരമായ ചിരി വിടർന്നു. ശങ്കരനും ദർശനൊക്കെ ഞെട്ടലോടെ നിന്നു. വേദ വിശ്വസിക്കാൻ കഴിയാതെ വിക്രമിനെ ഇങ്ങനെ നോക്കി. ഇത് കള്ളമാണ്. വിക്രം അലറി. ഞാനല്ല വേദേ, നീ ഒരിക്കലും ഇത് വിശ്വസിക്കരുത്. ഞാനല്ല ഇത് ചെയ്തത്. അന്നേരം സാബു SI വന്നിട്ട് വിക്രമിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച് പറഞ്ഞിട്ട് താൻ കൂടുതൽ കിടന്ന് ചിലക്കൊന്നും വേണ്ട. ശ്രീകാന്ത് എനിക്ക് വ്യക്തമായ മൊഴി തന്നിട്ടുണ്ട്. എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. നടക്കട സ്റ്റേഷനിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ അവൻ വലിച്ചഴിച്ച് കൊണ്ടുപോവാണ്. പോലീസുകാർ അങ്ങനെ വിക്രമിനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ വിക്രം അവസാനമായി വേദയൊന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ ഞാനല്ല ഇത് ചെയ്തത് എന്ന നിസ്സഹായമായ നിലവിളിയുണ്ടായിരുന്നു. തൻ്റെ ലോകം തകർന്നു വീഴുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വേദ ആ ആശുപത്രി വരാന്തയിൽ തളർന്നിരുന്നു. പിന്നീട് അങ്ങനെ ദർശൻ്റെ സഹായം കൊണ്ടാണെങ്കിലും വിക്രം യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്നും ശ്രീകാന്ത് മനഃപൂർവ്വം കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേദ തെളിയിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.